ഭയവും വിദ്വേഷവും വിതയ്ക്കപ്പെടുകയും സമ്മർദ്ദങ്ങൾ സാർവത്രികമാക്കുകയും ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് കാലത്ത് നമ്മുടെ ചില കോടതികൾക്ക് നട്ടെല്ല് നഷ്ടപ്പെടുന്നുവെന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. തീവ്ര ഹൈന്ദവ സംഘടനകളുടെയും വ്യക്തികളുടെയും തീട്ടൂരങ്ങൾക്കും വിശ്വാസ പ്രമാണങ്ങൾക്കും അനുസൃതമായി വിധിന്യായങ്ങൾ പുറപ്പെടുപ്പിക്കുന്നത് അത്തരം ന്യായാധിപന്മാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് ധാറിലുള്ള വിവാദ ബോധ്വാല കമാൽ മൗല സമുച്ചയം ക്ഷേത്രമാണെന്ന മധ്യപ്രദേശ് ഹൈക്കോടതി വിധി. ജസ്റ്റിസ് വിജയ് കുമാർ ശുക്ല, ജസ്റ്റിസ് അലോക് അവസ്തി എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പുറപ്പെടുപ്പിച്ചത്. കോടതികളുടെ ദൗത്യം നിയമനിർമ്മാണമല്ലെന്നും എന്നാൽ അതിനെ വ്യാഖ്യാനിക്കാൻ ഉത്തരവാദിത്തമുണ്ടെന്നും കഴിഞ്ഞയാഴ്ചയാണ് സുപ്രീം കോടതി മറ്റൊരു സന്ദർഭത്തിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ നിലവിലുള്ള നിയമങ്ങളുടെ പരിധിക്ക് പുറത്തു കടന്നുകൊണ്ട് ഏകപക്ഷീയമെന്ന് ആരോപണമുയർത്തിയിരിക്കുന്ന റിപ്പോർട്ടുകളുടെയും പ്രത്യേക വിഭാഗത്തിന്റെ വാദങ്ങളെയും അംഗീകരിച്ചുള്ള വിധിയാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ബാബറി മസ്ജിദ് രാമ ജന്മഭൂമി വിഷയത്തിൽ പരമോന്നത കോടതിയിൽ നിന്നുണ്ടായ വിചിത്ര വിധിക്ക് സമാനമാണ് ഇതുമെന്നത് കോടതികളെ കുറിച്ചുള്ള വിശ്വാസ്യത തകർക്കുന്നതാണ്. അത് മതേതര സങ്കല്പത്തെയും ആശങ്കപ്പെടുത്തുന്നു. കെട്ടുകഥകളുടെയും തെറ്റായ പ്രചരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ വർഗീയ വിഭജനം നടത്തിയും ലഭ്യമായ ഭരണം ഉപയോഗിച്ച് ന്യായാധിപന്മാരെ പ്രലോഭിപ്പിച്ചും ഒരു പക്ഷേ ഭയപ്പെടുത്തിയുമാണ് ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിഷയത്തിലെ വിധിയുണ്ടായതെന്ന ആരോപണം ഉയർന്നിരുന്നതാണ്. അത് ശരിയായിരുന്നുവെന്ന് വിധി പുറപ്പെടുവിച്ച ജഡ്ജിമാർ BJP വെച്ചു നീട്ടിയ ഉന്നത പദവികൾ നിർജ്ജലം ഏറ്റുവാങ്ങിയപ്പോൾ നമുക്കുണ്ടായ ബോധ്യമാണ്. മധ്യപ്രദേശ് ഹൈക്കോടതി വിധിയും അതിന് സമാനമാണെന്ന സംശയത്തിന് ഉത്തരം കിട്ടാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ആ സംശയം നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന് ഈ വിധി പ്രസ്ഥാനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ പരിശോധിച്ചാൽ മതിയാകും. ASI സമർപ്പിച്ച 2000-ലധികം പേജുള്ള സർവേ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് വിധി പ്രസ്താവം. ഇപ്പോൾ കാണുന്ന ഘടന നിർമ്മിച്ചിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്ര ഭാഗങ്ങൾ ഉപയോഗിച്ചാണെന്നും പർമർ രാജാക്കന്മാരുടെ കാലത്ത് വലിയൊരു നിർമ്മിതി അവിടെ ഉണ്ടായിരുന്നുവെന്നുമുള്ള റിപ്പോർട്ടിലെ ഭാഗങ്ങളാണ് വിധിയിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അതേസമയം ഇതേ കേന്ദ്രത്തിൽ ചൊവ്വാഴ്ചകളിലും വസന്ത പഞ്ചമി നാളിലും പ്രാർത്ഥന നടത്തുന്നതിന് ഹിന്ദുക്കൾക്കും വെള്ളിയാഴ്ചകളിൽ നിസ്കാരത്തിന് മുസ്ലിങ്ങൾക്കും അനുമതി നൽകിയുള്ള ഉത്തരവ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 2003 പുറപ്പെടുവിച്ചത് നിലനിൽക്കുകയാണ്. ASIയുടെ ഉന്നതങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നവരും പൗരാണിക ചരിത്രകാരന്മാരും മറ്റൊരഭിപ്രായമാണ് പറയുന്നത്. ബാബറി മസ്ജിദിനുമേൽ എന്നപോലെ ധാറിലെ കമാൽ മൗല സമുച്ചയത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ ആരംഭിക്കുന്നതും ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കാലത്താണ്. അതുകൊണ്ട് തന്നെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന കുതന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാകണം ഈ തർക്കവും സൃഷ്ടിക്കപ്പെടുക എന്നും അനുമാനിക്കാവുന്നതാണ്. അവിടെ ഉണ്ടായിരുന്നത് ജൈനക്ഷേത്രമായിരുന്നുവെന്ന് വാദിക്കുന്ന വിദഗ്ധരുമുണ്ട്. ഈ വിധം പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കണ്ടെത്തലുകളും റിപ്പോർട്ടുകളും ഉണ്ടായിരിക്കെയാണ് ക്ഷേത്രമാണെന്ന വിധിയുണ്ടായത്. ഭരണഘടനയുടെ 25-26 അനുച്ഛേദങ്ങൾ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും കോടതി ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ 1947 ഓഗസ്റ്റ് 15 നിലവിലുണ്ടായിരുന്ന ആരാധനാലയങ്ങളുടെ മതപരമായ സ്വഭാവം നിലനിർത്തണമെന്ന് വ്യവസ്ഥ ചെയ്ത 1991 ആരാധനാലയങ്ങൾ നിയമം കോടതി പരാമർശിക്കുന്നേയില്ല. മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യ സംരക്ഷണം എന്ന വിഷയവും അവഗണിച്ചിരിക്കുന്നു. ഈ വിധി സുപ്രധാനമായ മറ്റൊരു ആശങ്ക കൂടി അവതരിപ്പിക്കുന്നുണ്ട്. പൗരാണിക കാലം മുതൽ നിലനിന്നിരുന്നതും മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്നതുമായ ബാബറി മസ്ജിദ് പൊളിച്ചത് കുറ്റകരമാണെന്ന് പറഞ്ഞ സുപ്രീം കോടതി ആ സ്ഥലം ഹൈന്ദവ സംഘടനകൾക്ക് അനുവദിക്കുകയും മുസ്ലിങ്ങൾക്ക് പള്ളി പണിയുന്നതിന് പകരം സ്ഥലം അനുവദിക്കണമെന്നുമുള്ള വിധിയാണ് പറഞ്ഞത്. ബോധ്ശാലയിലും അത് തന്നെയാണ്. കമാൽ മൗല പള്ളി പണിയുന്നതിന് സർക്കാരിനോട് അപേക്ഷ നൽകി പകരം ഭൂമി വാങ്ങണമെന്നാണ് നിർദ്ദേശം. ആരാധനാലയങ്ങൾ പണിയണമെങ്കിൽ അധികാരികളുടെ കാരുണ്യം തേടണമെന്ന പ്രതീതിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അയോധ്യ വിധിയിലുണ്ടായതും അതുതന്നെയാണ്. അവിടെ പള്ളിക്കുള്ള സ്ഥലം അനുവദിക്കുന്നതിന് BJP സർക്കാർ വരുത്തിയ കാലവിളംബം നാം അറിഞ്ഞതാണ്. ചില പ്രത്യേക മതവിഭാഗങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അധികാരികളെ കനിവിന് കാത്തു നിൽക്കണമെന്ന സന്ദേശം ഈ വിധിയിലൂടെ ഉണ്ടാകുന്നു. അത് എല്ലാ മതസ്ഥർക്കും അനുവദിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസ സ്വാതന്ത്ര്യം വിവേചനപരമാക്കുന്നു. അതിനാൽ തന്നെ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ വിധി നമ്മുടെ ഭരണഘടനാ തത്വങ്ങൾക്ക് നേരെ പല്ലിടിക്കുന്നതാണ്.